കൂട്ടുകാരെ, അണിയുടെ വാക്കുകളെ ഞാൻ എപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോ കുഴിച്ചു കുഴിച്ച പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അടികൈ. അതെ ഗോൽ ചേട്ടാ, താങ്കൾ നിധി കണ്ടെത്താൻ വന്നതാണോ? നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിലേക്ക് വരുന്നത്? ആദ്യം ഒന്ന് നിക്കണേ. ഇതാണ് എന്റെ കിച്ചൺ, ഇത് ഹാള്, പിന്നെ ഇത് ഡ്രോയിങ് റൂം. എന്താ ഇനി ഞങ്ങളുടെ ഐഡി റെന്റും തരണോ നിനക്ക്? സാധനം നോക്കാൻ വേണ്ടി വന്നതാ, PG അല്ല. സംശയമുണ്ടോ? കന്നാ സാറിന്റെ പേനയാണ്. ചേട്ടന് ഇതൊരു പെണ്ണായിരിക്കും. ഞങ്ങൾ ഇതിനെ മുകളിൽ മുടി പിടിപ്പിച്ച് ചൂലായിട്ട് തൂക്കാനെടുക്കും. ഇത് കണ്ടോ, അതെ ഇങ്ങനെ. ഇവിടെ നിന്നാണ് ബീപ്പ് സൗണ്ട് വരുന്നത്. നോക്ക്, മാഡത്തിന്റെ നെയിൽ പോളിഷ്. നിങ്ങൾക്കിത് നെയിൽ പോളിഷ് ആയിരിക്കും. ഞങ്ങൾ ഇതുകൊണ്ട് ദീപാവലിക്ക് വാതിലിൽ പെയിന്റ് അടിക്കും. ഇവിടെ നിന്ന് ബീപ്പ് സൗണ്ട് വരുന്നുണ്ടല്ലോ. നിധി ഇവിടെ ആയിരിക്കും ഉള്ളത്. രക്തങ്ങള് കിട്ടി. പുറത്തേക്ക് പോകാം. കാട്ടിലെ രാജാവായി ഞാൻ ഇന്ന് മാറിടും. ഈ പാട്ട് സിംഹത്തെ കൊണ്ട് ഞാൻ ഇന്ന് പാടിക്കും. ഞാൻ പറഞ്ഞല്ലേ എത്ര മനോഹരമായ ശബ്ദമാണ് പോപ്പറ്റിനുള്ളത്. അഥവാ ഇവൻ സിംഗിങ് കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ ജഡ്ജസിനെ വരെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ കാട്ടിലും കാണില്ലേ മണ്ടന്മാർ. ഞാൻ ഒരു പാട്ട് പാടാം, കുഞ്ഞുമണി ഈണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. കാട്ടുമൈനെ നീ അറിഞ്ഞോ? ഇല്ലേ മുളം കൂട്ട്. ഇദ്ദേഹമായിരിക്കും ഇനി എന്റെ മ്യൂസിക്കൽ ഗുരു. അല്ല, ഞാനതിന് കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാണാവോ ഞാൻ ഈ ജയിലിലായത്? അല്ല, ഇതൊരു പോസ്റ്റ് ബോക്സ് അല്ലേ? എന്നെ മറ്റാരെങ്കിലും പോസ്റ്റ് ചെയ്തതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? എന്ത് പറ്റിയാവോ? ഇന്ന് ആകെ ഒരു മ്യൂസിക്കൽ മൂഡിലാണല്ലോ. ഞാൻ ആലോചിക്കുന്നത് ഒരു പാട്ട് അങ്ങോട്ട് കാച്ചിയാലോന്നാ. എന്നാൽ നീ പാട്. ഞങ്ങൾക്ക് ഇത്ര സമയമായിട്ട് ഉറക്കമേ വന്നിട്ടില്ല. ചിലപ്പോ നിന്റെ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നാലോ? എന്റെ ഗിറ്റാറിലെ സ്ട്രിങ്സ് ഒക്കെ എവിടെ പോയി? അതിലാണ് ഞാൻ തുണികൾ വിരിച്ചിട്ടിരിക്കുന്നത്. അല്ല, ആ കമ്പികൾ അതിനു വേണ്ടിയല്ലേ ശരിക്കും ഉപയോഗിക്കാറുള്ളത്? ഇതിൽ നിന്നും കുറച്ച് പൊട്ടലും ചെറ്റിലൊക്കെ കേട്ടു. ഈ TV മെറ്റൽ കൊണ്ടുള്ളതല്ല. എടാ, ഈ മെറ്റൽ ഡിറ്റക്ടർ വ്യത്യസ്തമാണ്. അഥവാ നമ്മുടെ ശ്രദ്ധ റിങ്ങിൽ പെട്ടില്ല എങ്കിൽ അപ്പോൾ ഇത് ബീപ്പ് ശബ്ദമുണ്ടാക്കി അത് കണ്ടെത്തും. വേഗം വാ, നമുക്ക് പുറത്തു പോയി നോക്കാം. ഞാനെന്താ വല്ല മൂടി വെക്കേണ്ട രഹസ്യം മറ്റോ ആണോ? അല്ല, പിന്നെ ഈ മണ്ണിട്ട് ഇങ്ങനെ മൂടുന്നത് എന്തിനാ? ഇത് കൊള്ളാമല്ലോ. ഈ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് എന്തായാലും നല്ല ഉപയോഗമുണ്ട്. ഒരു ഉപയോഗവും ഇല്ല. സോർദാറിന്റെ സ്കൂട്ടർ മെറ്റലിന്റെ അല്ലേ? ഞാൻ അതിന്റെ മുകളിൽ മെഷീൻ വെച്ചിട്ടും മെഷീന്റെ അകത്തൊന്നും ബീപ് ബീപ് സൗണ്ട് ഒന്നും കേട്ടില്ല. എന്നിട്ട് ആ സ്കൂട്ടർ എവിടെ നോക്കട്ടെ. ഇത് കണ്ടോ? ഇനി നിങ്ങൾ എല്ലാവരും അകത്തേക്ക് വരൂ. ലഞ്ച് റെഡിയാണ്. എവിടെ നോക്കിയാടാ ഈ പോകുന്നത്? നല്ലത് വരട്ടെ, 3 പേർക്ക് നല്ലത് വരട്ടെ. നിന്റെ കീശയിൽ മെറ്റലുണ്ടോ?
കീശയിലില്ല, പക്ഷേ എന്റെ പല്ലിനകത്തുണ്ട്. ഒറിജിനൽ പൊട്ടിപ്പോയിരുന്നു. ആരെയെ കടിച്ചപ്പോൾ അയാൾക്ക് മസാജ് പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് മെറ്റലിന്റെ ഒരു പല്ല് വാങ്ങിച്ചങ്ങ് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ സർ? ഉണ്ടാവാറുണ്ട്. പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് വേറെ ടെസ്റ്റ് ചെയ്യാം. വരൂ. അനങ്ങി പോകരുത്, ഞാൻ നിന്നെ വെടിവെച്ച് വീഴ്ത്തും. എടാ വൃത്തികെട്ടവനെ. ഞാൻ വൃത്തികെട്ടവനോ? നിങ്ങളാ വൃത്തികെട്ടവൻ. നിങ്ങളുടെ അപ്പൂപ്പനും നിങ്ങളുടെ വല്യച്ഛനും നിങ്ങളുടെ മാമയും വൃത്തികെട്ടവനാ. ഇനി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ചുമരിനപ്പുറത്ത് എന്തോ അമൂല്യമായ വസ്തു ഉണ്ടെന്നാണ്. അയ്യോ അങ്ങോട്ട് നോക്ക് കള്ളൻ. അയ്യോ, ഇതൊരു ജ്വല്ലറി ഷോപ്പാണല്ലോ. ഓടിക്കോ. ഐഡിയ. പിടിക്ക്. അവരിതാ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. വാ നമുക്ക് പുറകെ പോകാം. വേഗം തിരി. ആദ്യം നമുക്ക് പിയാനോയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഏതൊക്കെ സ്വരമാണോ വായിക്കുന്നത് നീയും അതുപോലെ തന്നെ ചെയ്യണം. എന്റെ വിരല് കുടുങ്ങിയേ. ഞാൻ പാടുന്നതല്ല, പറയുകയാണ്. എന്റെ വിരല് ദേ ശരിക്കും കുടുങ്ങി. പുറത്തെടുക്കുന്നൊന്ന്. അയ്യോ. സോറി, എനിക്ക് തോന്നുന്നത് ക്ലാസ് കഴിഞ്ഞു എന്നാണ്. നാളെ വരൂ. ഞാൻ അവരെ കയ്യിലെടുത്തോളാം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം എന്റെ തലയിലിട്ടാ. മതി മതി. നീ സംഗീതം പഠിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്ത് ഫിറ്റ്നസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സംഗീതത്തിൽ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ബ്രേക്ക് മ്യൂസിക്. ഈ ബ്രേക്ക് മ്യൂസിക് എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ കണ്ടിട്ടില്ലയോ? അതുപോലെ തന്നെയാണ് ബ്രേക്ക് മ്യൂസിക് ഉണ്ടാവുന്നത്. അടിക്ക് അടിക്ക്. കൈ അടിച്ചു പോകുന്ന പാട്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. എടാ ബണ്ണി, ആ ഫ്ലവർ വേഴ്സും കൊണ്ട് നീ എങ്ങോട്ടായി പോകുന്നേ? അല്ല, ഇവനെന്തിനാ ഇങ്ങനെ സ്വയം അടിക്കുന്നേ? മസാജ് ചെയ്യുന്ന ആൾ എവിടെ പോയി? അതെ, പ്രീതി തന്നെയായിരുന്നു മസാജ് ചെയ്തിരുന്നത്. പ്രീതി എന്താ സ്വന്തമായിട്ട് മസാജ് ചെയ്യിക്കില്ലായിരുന്നോ? ഞാൻ അതൊന്നും അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. പാടി വരും പാട്ടിലോ ഓയിലിട്ട് തിരുമ്മി വാ. കുറച്ചുകൂടി മുകളിൽ അമർത്തന്നേ. കൊള്ളാം. സോർദാറിന്റെ കൈ ഏതായാലും കൈപ്പുണ്യുള്ള കൈ തന്നെ. ഇവരുടെ പ്രീതിയെ ഇപ്പൊ ഇവരെക്കാളും കാത്തിരിക്കുന്നത് ഞാനാണ്. എന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം പൊക്കാണ്. എന്നെ നോക്കി ചിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വേഗം പറയൂ മാഡം, ഇതിനുശേഷം പ്രീതി എന്തൊക്കെയാ ചെയ്തിരുന്നത്? ഇതിനുശേഷം ഞാൻ പ്രീതിയെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു. ശരിയെന്നാൽ കാർ എവിടെന്ന് പറയൂ. പ്രീതി കാറിലൊന്നും കേറുകില്ല കേറുകില്ല കേറുകില്ല. അതുകൊണ്ട് അവൾ എന്നെ പുറത്തിരുത്തിയാ കൊണ്ടുപോയിരുന്നത്.
അടിച്ചു പൊളിച്ചു തിമിർത്തു. വീട്ടിലെ മൂത്തപുത്രൻ ഇപ്പതാ രഥമായിരിക്കുന്നു. ഓടി വരും പ്രീതിയോ പ്രീതിയോ പ്രീതിയോ. അടുത്ത ലൈൻ പാടരുത്. എന്റെ ഹൃദയമടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാഡത്തിന്റെ പ്രീതി എന്താ റെസ്റ്റ് ഒന്നും എടുത്തിരുന്നില്ലേ? അത്രയ്ക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മൾ എന്തിനാണ് ഇന്ന് ഇത്ര വൃത്തിയാക്കുന്നത്? എങ്കിലേ നമ്മുടെ മാഡത്തിന്റെ കളഞ്ഞു പോയ ഗോൾഡൻ റിംഗ് കിട്ടുകയുള്ളൂ. ഗോൾഡൻ റിംഗിന് പകരമായി മാഡത്തിന് നമുക്ക് ഡോർബെൽ റിംഗ് കൊടുക്കാം. പിന്നീട് നമ്മൾ വരുമ്പോൾ അതിൽ നിന്ന് ടിങ് ടോങ് കേൾക്കും. മര്യാദക്ക് അത് വൃത്തിയാക്കാൻ നോക്ക്. ഡസ്റ്റ്ബിനിലുള്ള ചപ്പിയോറുകൾ പുറത്തേക്ക് എന്തിനാ കളയുന്നേ? മാഡം പറഞ്ഞു ഇവിടേക്ക് വൃത്തിയാക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഡസ്റ്റ്ബിന്ന് വൃത്തിയാക്കുകയായിരുന്നു. നിന്റെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അധികം വൈകാതെ തല്ല് വാങ്ങി കൂട്ടും. എടാ വലിയ തല ഉണ്ടിട്ട് കാര്യമില്ല, ബുദ്ധി വേണം. ഇപ്പൊ എനിക്ക് സമയമില്ല. 6 മണിക്ക് വരൂ. ഇപ്പൊ വേണ്ട. എത്ര നേരമാ വിളിച്ചേ? പോപ്പട്ടെന്ന്. നീ പോപ്പട്ട് നല്ല വിളിച്ചത്. സൈഡിലേക്ക് മാറന്ന് വിളിച്ച് പറയായിരുന്നില്ല നിനക്ക്? പോപ്പട്ടെ, വഴക്കൂടാൻ നേരമില്ല. മാഡത്തിന്റെ ഗോൾഡൻ റിംഗ് പെട്ടെന്ന് കണ്ടുപിടിക്കണം. പോപ്പട്ടെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാമോ? പോപ്പട്ടെ, എനിക്കൊരു ചൂട് ചായ ഉണ്ടാക്കി തരാമോ? പോപ്പട്ടെ, മാഡം പറഞ്ഞത് വീട് വൃത്തിയാക്കണമെന്നാണ്. പിന്നെ കുറച്ച് തുണി അലക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാ സാറിന്റെ കയ്യിൽ ടിപ്പും കിട്ടുമല്ലോ. ഇത് മേഡത്തിന്റെ വീടാണ്, അല്ലാതെ 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓർഡർ തരാനായിട്ട്. ഇന്ന് ഞാൻ ഒരു ജോലിയും ചെയ്യുകയില്ല. എനിക്കിന്ന് അവധിയാണ്. അതുമല്ല, ഞാനാണ് ഈ വീട്ടിലെ മൂത്ത മകൻ. എന്നാ വീട്ടിലെ മൂത്ത മകനെ ഇങ്ങനെയുമുണ്ടോ മൂത്ത മക്കൾ? ദേ ഇങ്ങനെ മടിപിടിച്ച് കുത്തിയിരുന്ന് ഓർഡർ മാത്രം കൊടുക്കുന്നയാൾ. അതായത് നീ ഇന്ന് ഒരു ജോലിയിൽ കൈ കടത്തില്ല കൈ അല്ലേ? കടത്തുമല്ലോ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ, ഞാനത് കഴിക്കാം. നിങ്ങൾ TV വൃത്തിയാക്കിക്കൊള്ളൂ, ഞാൻ അതിരുന്ന് കണ്ടോളാം. നിങ്ങൾ ഫാൻ വൃത്തിയാക്കിയാൽ ഞാൻ അതിന്റെ താഴെ കിടന്ന് ഉറങ്ങും. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ മാഡം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അകത്തേക്ക് വരൂ മിസ് മേത്ത, അകത്തേക്ക് വരൂ. പെർഫെക്റ്റ് ഹൗസ്. കണ്ണൻ എന്റെ മാരനവൻ, മാധവനോ മോഹമവൻ. പാടി വരും പാട്ടിലോ സ്റ്റെപ്പിടും ഞാനിതാ. ഞാൻ നിങ്ങൾക്ക് എന്റെ പെറ്റിനെ പരിചയപ്പെടുത്താം. അവരെല്ലാവരും ഇവിടെ വളരെ സ്നേഹത്തോടെയാണ് കഴിയുന്നത്. സത്യമായിട്ടും. ഇത് ബണ്ണി, ഇത് പാപ്പൻ, ഇത് ഹണി, ഇത് സാഗർ. പെർഫെക്റ്റ്. പാടി വരും പാട്ടിലോ ചേർന്ന് വരും ഫേസിലോ. നിന്നെ കണ്ട നേരം എന്റെ ഉള്ളിൽ സംശയങ്ങൾ പലവിധം. ഇത് ഒരിക്കലും സോർദാറല്ല. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ ഹാർമോണിയം വായിക്കാൻ പോവുകയാ. പക്ഷെ ഇതിന്റെ കീ എല്ലാം അവിടെ പോയി. മാഡം പറഞ്ഞിരുന്നു അഥവാ വീടിന് പുറത്തിറങ്ങിയാൽ കീ കയ്യിൽ തന്നെ സൂക്ഷിക്കണമെന്ന്. പണ്ടാരാണ്ട് പറഞ്ഞ സത്യ. സ്വർഗവും നരകവും എന്താ ഈ ഭൂമി തന്നെയാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം തലവിധി പോലെ വരുള്ളൂ. ഇതെന്താണ്? എനിക്ക് തോന്നുന്നത് ബാസുരി കൂടുതലായി കഴിച്ചു എന്നാണ്. ദേ നോക്കേ, വയറ് വീർത്തിരിക്കുന്നുണ്ടോ? എടാ പോപ്പട്ടെ, എന്താണോ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ല നീയൊക്കെ. ഞാൻ ഉറങ്ങുന്ന നേരമായത് നന്നായി. മകുടി ഊതിയപ്പോഴേ ഞാൻ ഓട്ടോമാറ്റിക്കായി ഡാൻസ് ചെയ്തു. സോറി സർപ്പംജി, സോറി. അകത്തേക്ക് വരൂ കുട്ടികളെ. ഇത് മേക്കപ്പ് ടൈം.
പെർഫെക്റ്റ്. ഞാൻ എന്റെ പ്രീതിക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോ അവള് തിരിച്ചെടുത്ത് കൊണ്ടുവരുമായിരുന്നു. ഓടി ഇപ്പോൾ എന്റെ തല കറങ്ങുകയാണ്. നിങ്ങളുടെ പ്രീതി എന്താ ബാറ്ററി ആണോ കഴിക്കുന്നത്? ഇത്രയും നേരം ഓടിയിട്ടും ഒരു കിതപ്പ് പോലും ഉണ്ടാകാതിരിക്കാൻ. അല്ല, ഇത്ര അടുത്ത് ബോൾ എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? പ്രീതി ഒരുപാട് ദൂരം ഓടിപ്പോയി ബോൾ എടുത്ത് കൊണ്ടുവരുന്നല്ലേ മേഡം പറഞ്ഞത്? സോർദാർ, പോകൂ, പോയി ബോൾ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ കാലുകൾ തമ്മിൽ പിണഞ്ഞുപോയി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പുകയാകും. അടിച്ചു പൊളച്ചു തിമർത്തു. മൊബൈലിൽ കോൾ വരുമ്പോ പോലും ഇത്രയും വൈബ്രേഷൻ ഉണ്ടാവില്ല സർദാർ. പെർഫെക്റ്റ്. ഇത് പ്രീതിയല്ല. നിനക്ക് പോർച്ച് ചെയ്യാനേ അറിയില്ല. ഇത് കൊള്ളാലോ, സോർദാർ ദേ വോളിബോളായി മാറിയിട്ടുണ്ട്. പെർഫെക്റ്റ്. പാടി വരും പാട്ടിലോ പാട്ടിലോ പാട്ടിലോ. മിസ് മെഹത്ത, തറ തുടയ്ക്കാൻ ഇപ്പൊ പോകുന്നതല്ലേ ഉള്ളൂ. എങ്കിൽ സൈഡ് നന്നായി തൂത്തുവാ തൂത്തുവാ തൂത്തുവാ. ഇപ്പൊ തന്നെ തൂത്തുവാരാം. പെർഫെക്റ്റ്. ഇത് വൃത്തിയായിട്ടേ ഇല്ല. മൂലയിലേക്ക് നന്നായി വൃത്തിയാക്കണം. കോണിൽ മാത്രമല്ലേ വൃത്തിയാക്കാതെ ഉള്ളൂ. വീട് ഇത്രയും വൃത്തിയാക്കിയിട്ടും മാഡത്തിന് ആ കോണിൽ മാത്രമാണോ വൃത്തികേടായിട്ട് തോന്നിയത്? എടാ സോർദാറെ, മേഡത്തിന്റെ പ്രീതി എല്ലാം മുക്കും മൂലം വരെ വൃത്തിയാക്കും. അപ്പൊ പിന്നെ നിനക്കും ചെയ്താൽ എന്താ? സത്യമാണ് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞത്. കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ മൂത്ത പുത്രൻ വീട് എങ്ങനെയാ വൃത്തിയാക്കുന്നതെന്ന്? പൊരുത്തം കെട്ടവനെ, ബുദ്ധിയില്ലാത്ത ജന്തു, എന്റെ മോളെ വേഗം ഗിറ്റാർ വായിക്കാൻ പഠിപ്പിക്കടാ. എന്നാൽ ഇപ്പൊ തന്നെ പഠിപ്പിച്ചേക്കാം. ഒരു മിനിറ്റ്, നിന്റെ വിരലൊന്ന് കാണിച്ചേ. കണ്ടില്ലേ അവളുടെ സ്വരത്തിൽ എന്തുമാത്രം വേദനയുള്ളത്? ഞാൻ പറഞ്ഞതല്ലേ ഉസ്താദ്, നാളെ എനിക്ക് കോമ്പറ്റീഷൻ ആണ്. എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. അയ്യോ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. സംഗീതത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താ ഹാർമോണിയാണോ? അല്ല, മസാജ്. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യിക്കുന്നേ മനോഹരമായിരിക്കും. ഗുരുജി, അങ്ങ് പഠിപ്പിച്ചതെല്ലാം തന്നെ ഞാൻ കോമ്പറ്റീഷനിൽ പ്രയോഗിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നോക്കിക്കോ. ഞാൻ തീർച്ചയായും ജയിച്ചു വരും. എന്റെ മോളെങ്ങാനും ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ. എടാ പോപ്പട്ടെ, നീ പേടിക്കണ്ട. അവള് ജയിക്കുമെന്ന് അവൾക്ക് തന്നെ വിശ്വാസമുണ്ട്. സത്യമാണോ ബണ്ണി? പോപ്പട്ടിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ സംശയിച്ച് അവനെ കൂടുതൽ നീ പേടിപ്പിക്കുക. അയ്യോ, ഒന്ന് പോക്കാം. പോപ്പട്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. വിയർപ്പ് വരെ ദേ പച്ചനിറത്തിലാ വരുന്നേ. നാട്ടിലുള്ളവർ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോഴാ നെയ്യ് കഴിക്കാറുള്ളത്. എനിക്കാണെങ്കിൽ ദേ ഇവിടെ കഷ്ടകാലം, അപ്പോഴും താൻ നെയ്യ് കഴിക്കുന്നു. ആഹാ. നീ കാരണം എന്റെ മോള് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നു. കണ്ടില്ലേ